24-ാം വയസ്സിൽ കുടുംബത്തെ പോറ്റാൻ ജോലി തേടിയാണ് ഖലീൽ അബുദാബിയിലെത്തിയത്. പെയിന്റിംഗ് ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ ഖലീലിന്റെ അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. 70 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം നാട്ടിലെത്തിയ ഖലീലിന് താങ്ങും തണലുമായി നിന്നത് നാട്ടുകാരും സുഹൃത്തുക്കളുമാണ്. വിവിധ സംഘടനകളുടെ സഹായത്തോടെയാണ് കയറി കിടക്കാൻ ഒരു വീട് നിർമ്മിച്ചത്. ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടായതോടെയാണ് സോപ്പും സോപ്പുൽപ്പന്നങ്ങളും നിർമ്മിക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു ഇവയുടെ നിർമ്മാണം. പാലിയം എന്ന പേരിൽ സോപ്പ്, വാഷിംഗ് പൗഡർ, ഫെനോയിൽ തുടങ്ങിയവയാണ് ഖലീൽ ഇപ്പോൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നത്. ഭാര്യ അലീമയും ഖലീലിന് കൈത്താങ്ങായുണ്ട്. ഇവയുടെ വിപണനത്തിന് സർക്കാരിന്റെ സഹായമുണ്ടായാൽ തന്നെ പോലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് അത് തണലാകുമെന്ന് ഖലീൽ പറയുന്നു. കിടപ്പിലായ രോഗികൾ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ ഒരു സൊസൈറ്റിയായി രൂപീകരിച്ച് ആ സാധനങ്ങളൊക്കെ നമ്മൾ സപ്ലൈകോ, മാവേലി സ്റ്റോർ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റേഷൻ കടകൾ വഴി വരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാം. കാരണം റേഷൻ കടകളിലൊക്കെ അങ്ങനെ ചായപ്പൊടി പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ക്ലീനിങ് ലോഷൻസ് അങ്ങനെ ആഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. കിടപ്പിലായ രോഗികൾക്ക് ചെറുകിട സാമഗ്രികൾ നിർമ്മിക്കാൻ സർക്കാർ പലിശരഹിത വായ്പ നൽകിയാൽ നിരവധി പേർ തന്റെ പാത പിന്തുടരുമെന്ന വിശ്വാസത്തിലാണ് ഖലീൽ. മീഡിയ 1 കണ്ണൂർ.